ഹലോ ഗൂയിസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ടിപ്പിക്കൽ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എനിക്ക് ടെക്നോളജിയെ കുറിച്ച് എന്താ അറിയാമെന്ന്. ടെക്നോളജിയെ കുറിച്ച് എനിക്ക് വലുതായിട്ടുള്ള അറിവൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ ടെക്നോളജി ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ച പരിപാടികൾ മാത്രമല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ള ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പലപ്പോഴും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ടും ബുദ്ധി കൊണ്ടും കണ്ടെടുത്ത ഒരു പുതിയ പരിപാടിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കരുത്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താണ് ഈ പരിപാടി എന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പ്രയോഗിച്ച് വിജയിച്ച ഒരു ടെക്നോളജിയാണ്. വളരെ ചെറിയ ഡ്യൂറേഷനിൽ സമയത്തിനകത്ത് വെച്ച് ചെയ്ത് വിജയിച്ചതാണ്. പക്ഷേ ഇത് ചെയ്തിട്ട് ഇനി നാളെ നിങ്ങളുടെ മൊബൈലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിലെ കേസ് കൊടുക്കരുത്, എന്നെ ചീത്ത വിളിക്കരുത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ മുമ്പേ പറയുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രമേ ഇത് അനുകരിക്കാവൂ. അല്ലാതെ ഇത് അനുകരിച്ചിട്ട് മൊബൈലിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ വന്ന് എന്നെ ചീത്ത വിളിക്കരുത്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ചൂടായി പോകുന്നത്. അപ്പോൾ ഈ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ചില മൊബൈലുകൾ പടപടയും ചൂടാവും. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ക്വാളിറ്റി കുറഞ്ഞതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒരുപാട് കുത്തിയിട്ട് മൊബൈലിൽ പഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാം. പിന്നെ നമ്മളതാണ്ട് ഈ ചില പ്രത്യേക സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ ആണ് ചൂടാവുന്നത് തോന്നിയിട്ടുണ്ട്. എനിക്കും ചില സമയങ്ങളിലുണ്ട്. അപ്പം നമ്മൾ അത്തരം സൈറ്റുകളിൽ ചിലപ്പോൾ ആളുകൾ അതിനെ ഹോട്ട് സൈറ്റുകളെന്ന് പറഞ്ഞേക്കാം. അപ്പം മൊബൈൽ ഭയങ്കരമായിട്ട് ചൂടാവും. ചൂടാവുന്ന സമയത്ത് നമുക്ക് അത് എങ്ങനെ, അപ്പോൾ പിന്നെ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. ചിലർ ഓഫ് ചെയ്ത് വെക്കും, ചിലരാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പിന്നെ എന്താണ് ഉപയോഗം നിർത്തി വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവെക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ചിലപ്പം ഓടി നമ്മൾ മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് പറയും, സാർ ഇതിൻ്റെ ഭയങ്കര ചൂടാകുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറയും എൻ്റെ പ്രോസസ്സർ പ്രശ്നമാണ്, അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ IC പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അഴിച്ച് പണിഞ്ഞത് അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഇത് അങ്ങനൊന്നും വലിയ പൈസ ഒന്നും മുടക്കില്ലാതെ അങ്ങനെ ഇങ്ങ് ഓടാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ചെറിയ സിമ്പിൾ ടെക്നോളജി ഉണ്ട്. നമുക്കത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോംലി റെമഡി എന്നുള്ള നിലയിൽ നമ്മളിതിനെ കാണണം. അപ്പോൾ നമ്മൾ ചൂടായ മൊബൈൽ എങ്ങനെയാണ് നമ്മൾ കൂളാക്കി എടുക്കുന്നത് എന്നുള്ളതിന്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂളാക്കി എടുക്കുന്നത് എന്നുള്ള ടെക്നോളജിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പം ഈ മൊബൈൽ നല്ല ചൂടായിരിക്കുകയാണ്. അപ്പം ഈ ചൂടായിരിക്കുന്ന മൊബൈലിനെ നമ്മൾ തണുപ്പിക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള ഒരു ചെറിയ മിനി കവർ എടുക്കുന്നു. മിനി കവർ എടുത്തിട്ട് ഈ മൊബൈൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല സേഫായിട്ട്, അതായത് കിഴുത്തൊന്നും പാടില്ല, ഇങ്ങനെ നല്ലോണം പൊതിയുക. അതായത് ഇതിനകത്ത് ഈർപ്പം ഒന്നും ഇതൊന്നും ഫംഗസ് ഒന്നും കയറാത്ത രീതിയിൽ നമ്മൾ വളരെ സേഫായിട്ട് പൊതിയുക. എന്നിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇടുക. ഓക്കെ, വളരെ സേഫായിരിക്കണം. നമ്മൾ സേഫാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇതിപ്പം നല്ല ഹീറ്റായിരിക്കുന്ന മൊബൈലിനെ നമ്മളിങ്ങനെ ഒരു ചെറിയ മിനി കവർ കൊണ്ട് പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള മൊബൈലായിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വരുന്നു. നമ്മൾ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കും. നമ്മളിങ്ങനെ ഫ്രീസർ ഇങ്ങനെ തുറന്നിരിക്കുന്നു. തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സേഫായിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ വളരെ സേഫായിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞു. ഫോൺ അവിടെ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, ഒരു ഫോൺ ചൂടായി പൊട്ടിത്തെറിച്ച് പലർക്കും പരിക്കേറ്റു, പൊള്ളലേറ്റു അതിലായിട്ടുള്ള വലിയ അപകടങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ ബെഡിന് തീ പിടിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ടെക്നോളജി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രീസറിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുന്നതിൻ്റെ സമയം ഒരുപാടായി പോകരുത്. ഒരുപാടായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാവാം. അപ്പോൾ ഫോൺ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുറഞ്ഞ സമയം, അതായത് നമുക്കൊരു 1 മിനിറ്റോ ഒരു 1.5 മിനിറ്റോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം. ഏറെക്കുറെ നമ്മുടെ ഫോണിൻ്റെ ഹീറ്റ് അനുസരിച്ച് എത്രത്തോളം നമ്മൾ ചൂടാവാൻ, തണുക്കാൻ സമയം എടുക്കും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഉറപ്പായിട്ടെടുക്കാം. അപ്പം ഏറെക്കുറെ ഇപ്പം നമുക്ക് സമയമായി കഴിഞ്ഞു. നമ്മൾ വീണ്ടും തുറക്കുന്നു. ഈ സാധനം വളരെ സേഫായിട്ട് എടുക്കുന്നു. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഏതാണ്ട് 1.5 മിനിറ്റ് 2 മിനിറ്റ് അടുപ്പിച്ച് വെച്ച് തണുപ്പിച്ച ഈ ഫോൺ നമ്മൾ എടുക്കുന്നു. അതായത്
ഈ ഫോൺ നമ്മൾ എടുത്തതിന് ശേഷം ആ സമയത്ത് നമുക്കറിയാം അതിലെ പിന്നെ അതിൽ കിടന്ന ഫോട്ടോ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഇനിയും നമുക്ക് നോക്കാം. കണ്ടോ, ഭയങ്കര കൂളായിട്ട് സണ്ണി ചേച്ചി ഇപ്പോൾ കണ്ടു വളരെ ചിരിച്ച് ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന പടമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഫോൺ വളരെ കൂളായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഒന്നുമില്ല, കണ്ടോ ഇപ്പോൾ വളരെ കൂളായിട്ടുണ്ട്. അപ്പം നമ്മളിതിനെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ പിന്നെ എന്താണ് വർക്ക്ഷോപ്പിൽ പോയില്ല, നന്നാക്കിയില്ല, സർവീസ് ചെയ്തില്ല, ഇതിനെക്കുറിച്ച് വേറെ വലിയ വേവലാതികളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഭയങ്കര ഹീറ്റായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓഫ് ചെയ്ത് വെച്ചില്ല, ചാർജർ ഊരിയിട്ടില്ല, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോയില്ല. നമ്മൾ വളരെ കൂളായിട്ട് ഈ സാധനം എടുക്കുന്നു. ഒരു 2 മിനിറ്റിൻ്റെ പരിപാടി, അത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു, ഫോൺ കൂളായി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കൂളായിട്ട് ഇത് ഉപയോഗിക്കാം. വീണ്ടും ഹീറ്റാകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും ഒരുപാട് സമയം ഇതിനകത്ത് വെക്കരുത്, ഈർപ്പം കയറുന്ന രീതി വെക്കരുത്. വളരെ സൂക്ഷിച്ച് പൊതിഞ്ഞ് വളരെ സേഫായിട്ട് വെക്കണം. ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കരുത്, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. കാരണം ഞാൻ വളരെ കൂളായിട്ട് പരീക്ഷിച്ച ഒരു സംഭവമാണ്. നിങ്ങളത് സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നാളെ എന്നെ ചീത്ത വിളിക്കരുത്. ഓക്കേ.